രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ അധപതനം ഏകദേശം, അതായത് വെടിക്കെട്ട് തീർന്നതെന്ന് നമ്മൾ പറയണം. അത് ഏകദേശം തീർന്നിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചേക്കുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലും പിന്നെ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലും മറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതായത് അതൊരു സത്യം പറഞ്ഞ ഒരു പേഴ്സണൽ ആയിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഇദ്ദേഹം പൊതുപ്രവർത്തനം ആയതുകൊണ്ടാണ് ഇത് ഇത്രയും. പിന്നെ ഇദ്ദേഹത്തിനാണെങ്കിലും എതിർ പാർട്ടിയിൽ നിന്ന് ഒരുപാട് ശത്രുക്കളും കൂടി ഉള്ളതുകൊണ്ട്, പിന്നെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഒരുപാട് ശത്രുക്കൾ ഉള്ളത് കൊണ്ടുമാണ് ഈ വാർത്ത ഇത്രയും അങ്ങ് എന്താ പറയണത് പീക്ക് ലെവലിലോട്ട് പോയേക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിരിക്കുന്ന ഈ ചാനലുകൾ, ഇവരാണ് ഇതിൻ്റെ ഓഡിയോസ് പുറത്തുവിട്ടതും എല്ലാ കാര്യത്തിലും മുൻപന്തിയിലായിട്ട് നിന്നതും. ഇല്ലാത്ത വാർത്തകൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. അത് ആരൊക്കെയാന്ന് പോലും നമുക്കിപ്പോഴും അറിയത്തില്ല. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഒളിവിലായതുകൊണ്ട് തന്നെ ഇപ്പോഴും അദ്ദേഹം ജാമ്യം നിഷേധിച്ചു. ഓക്കെ, എന്നിട്ടും ഇദ്ദേഹം പുറത്തേക്ക് വന്നിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയത്തില്ല ഇപ്പോഴും. ഇനി രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി പുറത്ത് വരാതെ, അതായത് കാണാമറയത്താണല്ലോ ഇദ്ദേഹം ഇപ്പോഴും. അപ്പോൾ ഇനി പുറത്ത് വന്ന് ഇനി കൈവലങ്ങൊക്കെ ചാർത്തി കൊണ്ടുപോയാലേ ഒന്ന് മീഡിയാസ് ഇത്തിരി കൂടി ചൂടുള്ള വാർത്തകളായിട്ട് പുറത്തേക്ക് വരത്തുള്ളൂ. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അതായത് നമ്മുടെ സ്വന്തം സ്വത്തായ, നമ്മുടെ നാടിൻ്റെ സ്വത്തായ നമ്മുടെ അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ടുപോയ ആൾക്കാർ ഇപ്പോഴും ഇതിൻ്റെ ഇടയിൽ സുഖിച്ച് വാഴുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം കിട്ടിയപ്പോൾ തന്നെ ഇത്രയും തീപ്പൊരി ആക്കിയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പൻ്റെ വിഷയം അങ്ങ് താഴ്ത്തി കളയാൻ വേണ്ടി തന്നെയാണ്. ഒന്ന് ഓർത്തോളൂ, ഇനി ഈ രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറയുന്ന വ്യക്തിയിടയ്ക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണലായിട്ടൊരു സബ്ജക്റ്റാണ് അല്ലേ. ഒരു ആണും പെണ്ണും നമ്മളൊരു വിഷയമാണ്. ഈ ഇങ്ങനൊരു സംഭവം വന്നെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ ജനങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ട് പോയവർ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആസ്വദിക്കുക. കാരണം അവർക്ക് അവരുടെ തെളിവ് നശിപ്പിക്കാനായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു സമയം തന്നെയാണിത്. ഇപ്പം മീഡിയാസ് ഇപ്പം അതിൻ്റെ പുറകെ പോകുന്നില്ല. ഇപ്പം മീഡിയാസ് പോണത് എന്തിൻ്റെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെയാണ് ഈ പോകുന്നത് മുഴുവൻ. അതുപോലെ തന്നെ 1.5 കോടി രൂപയുടെ പാത്രങ്ങൾ ശബരിമലയിൽ വാങ്ങിച്ചു എന്ന് പറയുന്നത്, അതിൻ്റെ കണക്കുണ്ട്. പക്ഷെ ആ പാത്രങ്ങൾ അവിടെ കാണുന്നില്ല. അതെവിടെ പോയി? അപ്പോൾ ഈ 1.5 കോടി രൂപ ഇതെവിടെ പോയി? എങ്ങോട്ടാണ് ഈ 1.5 കോടി രൂപ റോക്കറ്റ് പോലെ കണക്ക് മാത്രം വെച്ച് നിൽക്കുന്നത്? നമ്മുടെ അയ്യപ്പൻ്റെ മുതൽ സ്വർണം അടിച്ചോണ്ട് പോയിട്ട് അതിൽ കൊണ്ട് ചെമ്പ് പൂശിയ ഇവന്മാരുടെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ കേസ് എടുത്തിട്ടേക്കണം. ഇപ്പം ആരും അതിൻ്റെ പുറകെ അങ്ങ് പോകുന്നില്ലല്ലോ ആരും. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ രീതിയിലുള്ള ബുദ്ധി ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉണ്ടെന്ന് എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം.